شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുദ്ദസിർ ആണ്. 7-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിറബ്ബിക ഫസ്ബിർ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നബിയെ, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി ക്ഷമിക്കുക. ക്ഷമയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഅ്മിനായ മനുഷ്യനുണ്ടാവേണ്ട വലിയ ഒരു ഗുണമാണിത്. ഇതുണ്ടായ ആളുകൾ അല്ലാഹു തആല സ്നേഹിക്കുമെന്നും അല്ലാഹു തആല അവരുടെ കൂടെ ഉണ്ടാകുമെന്നും അത് അടക്കമുള്ള ചില നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ഷമ എന്നത് ഏതു അവസരത്തിലും മുഅ്മിനായ മനുഷ്യനെ കൊണ്ടു നടക്കേണ്ടതാണ്. സന്തോഷത്തിൻ്റെ അവസരത്തിലും സന്താപത്തിൻ്റെ അവസരത്തിലും അമലുകൾ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാ സമയത്തും. ഇനി എന്തെങ്കിലും പരീക്ഷണങ്ങളോ മുസീബത്തുകളോ ബലാഹുകളോ വന്നുപെട്ടാൽ അപ്പോഴും മുഅ്മിനായ മനുഷ്യൻ ക്ഷമിക്കണം. സത്യത്തിൽ ആ പരീക്ഷണം മുഅ്മിനായ മനുഷ്യന് ഒരു സംരക്ഷണ വലയം തീർക്കലാണ് എന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. മുഅ്മിനായ മനുഷ്യന് വരുന്നൊരു മുസീബത്ത് സത്യത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണ വലയം ഒരുക്കലാണ്, അയാളെ സംരക്ഷിക്കലാണ് അല്ലാഹു തആല അതുകൊണ്ട് ചെയ്യുന്നത്. ഒരു ശിക്ഷണത്തിൻ്റെ രൂപമാണത് എന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. ഒരു ശിക്ഷണത്തിൻ്റെ ഒരു രൂപം. അതായത് ദുനിയാവ് എന്നത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുഖിക്കാനുള്ള സ്ഥലമല്ല. മുഅ്മിനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്നതൊരു പരീക്ഷണശാലയാണ്, അല്ലെങ്കിൽ പാഠശാലയാണ്. എങ്ങനെയാണ്, ആരൊക്കെയാണ് നന്മകൾ ചെയ്യുന്നത് തിന്മകൾ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി റബ്ബ് പടച്ചുവിട്ടൊരു മേഖല മാത്രമാണ്. അപ്പോൾ അവിടെ വെച്ച്, ദുനിയാവിൽ വെച്ച് പരീക്ഷണങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുമ്പോൾ സത്യത്തിൽ അല്ലാഹു തആല അവനെ പരീക്ഷിച്ച് അവനെ ക്ലിയറാക്കി ക്ഷമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവൻ്റെ തെറ്റുകൾ പുറത്ത് ദറജകൾ ഉയർത്തി ഇങ്ങനെ അവനെ സംരക്ഷിക്കാനുള്ള ഒരു വകുപ്പാണ് അല്ലാഹു തആല ഉണ്ടാക്കി തരുന്നത്. ഒരു കോഴിമുട്ടയുടെ ഉദാഹരണം വെച്ച് പണ്ഡിതന്മാരിത് പറയാറുണ്ട്. കോഴിമുട്ടയുടെ ഉള്ളിലുള്ള ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇപ്പം എന്താ തോന്നുക, അത്യാവശ്യം തരക്കടില്ലാത്ത കട്ടിയൊക്കെ ഉള്ള ഒരു തോട്, ആ തോടിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ അതൊക്കെ പോയി കിടക്കുന്നത്. ആ ഉള്ളിലുള്ള സാധനത്തേക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ ഈ തോടിനുള്ളിൽ അത് ബന്ധനസ്ഥമാണല്ലോ. അതല്ലെങ്കിൽ തോടിനുള്ളിൽ അതിങ്ങനെ ആകെ കെട്ടിപ്പണഞ്ഞ് പുറത്തേക്ക് വരാൻ കഴിയാതെ കിടക്കുകയാണല്ലോ കിടങ്ങാറായിട്ട് എന്നാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുക. പക്ഷേ സത്യത്തിൽ ആ പുറം തോട്, മുട്ടയുടെ ആ പുറത്തുള്ള തോട്, അതൊരു ബന്ധനമല്ല. അതിനുള്ളിലുള്ള ആ ഘടകങ്ങൾക്ക് പ്രായമാകുന്നത് വരെയുള്ള ഒരു സംരക്ഷണ കവചമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? കോഴിമുട്ടയുടെ പുറത്തുള്ള തോടെ അതിനുള്ളിലുള്ള ന്യൂക്ലിയസ് അടക്കമുള്ള പല സംഗതികളും അതിൻ്റെ ഉള്ളിലെ ദ്രാവകമടക്കം ഒരു കുഞ്ഞതിനുള്ളിൽ ഉണ്ടായി വരുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ എത്തുന്നത് വരെ, അതിന് പ്രായമാകുന്നത് വരെ പുറത്തു നിന്നുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഏൽക്കാതെ സംരക്ഷിച്ച് നിൽക്കാനുള്ള ഒരു രക്ഷാകവചമാണ് ആ തോട്. അപ്പോൾ അത് പ്രായമായി പുറത്തു വരുന്നത് വരെ ആ മുട്ടയുടെ ഉള്ളിലുള്ളതൊക്കെ ഉള്ളിൽ തന്നെ നിൽക്കണം. സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ അത്രയും കാലം അതിനുള്ളിലുള്ളത് ക്ഷമിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ ക്ഷമിച്ചിരുന്നാൽ പുതിയൊരു സൃഷ്ടിയായിട്ടാണ് ആ മുട്ടയുടെ തോട് പൊട്ടിച്ചത് പുറത്തേക്ക് വരിക. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ മുഅ്മിനായ മനുഷ്യന് ദുനിയാവിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് തോന്നും, എന്തൊരടങ്ങാറാണ് ജീവിക്കാൻ, അങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നിയമങ്ങളാണ്, ശരീഅത്തിന്റെ നിയമങ്ങളാണ്, കൽപ്പനകളാണ്, വിരോധനങ്ങളാണ്. പുറത്തുനിന്നൊരാൾക്ക് നോക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ മുഅ്മിനായ മനുഷ്യൻ
ഇവിടെ നിന്ന് പാകപ്പെടുകയാണ്, ദുന്യാവിൽ നിന്ന് പാകപ്പെടുകയാണ്. എവിടത്തേക്ക്? ആഖിറത്തിലേക്ക് പാകപ്പെടുകയാണ്. മുട്ടയുടെ തോട് പോലെ ദുന്യാവിനുള്ളിൽ ഇങ്ങനെ ബന്ധനസ്ഥനാണ് അല്ലെങ്കിൽ കെട്ടിയിടപ്പെട്ട ആളാണ് എന്ന് ചിന്തിക്കേണ്ടവരല്ല. മുട്ടയുടെ തോട് അതിനുള്ളിലുള്ള പ്രായമായി പുറത്തേക്ക് മറ്റൊരു സൃഷ്ടിയായി പുറത്തു വരുന്നത് പോലെ മുഅ്മിനായ മനുഷ്യൻ ദുന്യാവിലെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് പാകപ്പെട്ട് ആഖിറത്തിൽ മറ്റൊരു എന്താണ് പറയുക, ഒരു എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കുന്ന ഒരു മനുഷ്യനായി അല്ലാഹു തആല അവനെ മാറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് എന്ന് പറയുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ നമുക്കറിയാം, എത്രയോ പ്രയാസങ്ങളാണ് അവർ സഹിച്ചത്. അവസാനം മിസ്രിലെ രാജാവായി മാറി അല്ലേ? ആ കിണറിലിടുമ്പോഴോ അതല്ലെങ്കിൽ എന്താ പറയുക അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുമ്പോഴോ ജയിലിലടക്കപ്പെടുമ്പോഴോ ഒന്നും ഭാവിയിലെ രാജാവാകുമെന്ന് അള്ളാഹ് നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല. ഒന്നും അറിയില്ലായിരുന്നു അവർക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയൊക്കെ നീണ്ട പ്രയാസങ്ങൾക്കൊടുവിലാണ് രാജാവ് എന്നൊരു ലെവലിലേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഉയർത്തുന്നത്. അത്ര അടങ്ങാതെന്ന് എന്തായാലും നമുക്ക് വന്നിട്ടില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? പൊട്ടക്കിണറ്റിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അടിമച്ചന്തയിൽ നമ്മളെ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ? അതിൽ വേറെന്തിനും നിലക്ക് നമ്മൾ പിന്നെന്താണ് പറയുക, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ അതിൽ മറ്റു പ്രവാചകന്മാരെ പോലെ ബുദ്ധിമുട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് വരുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ ക്ഷമിക്കുക, അത് വലിയതാണെങ്കിലും ശരി ക്ഷമിക്കുക. അല്ലാഹു തആല നമ്മളെ പാകപ്പെടുത്തുകയാണ്, നമ്മളെ പരീക്ഷിക്കുകയാണ്, നമ്മളെ മറ്റൊരു സൃഷ്ടിയായി, നമ്മളെ ഉത്തമ സൃഷ്ടിയായി മാറ്റിയെടുക്കാനുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ക്ഷമയുടെ മറ്റൊരു നേട്ടം സത്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുക എന്നത് നമുക്കുള്ളൊരു സംരക്ഷണ വലയം തീർക്കലും അള്ളാഹു നമ്മളെ ഉയർത്തുകയും ചെയ്യുക എന്നതാണ്. ഇനി മറ്റൊരു നേട്ടം പറയാം, ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗം നേടാം. ഇത് പരമപ്രധാനമായ സംഗതിയാണ്. ഖുദ്സിയ ഹദീസിൽ അല്ലാഹു തആല പറയുന്നതായിട്ടുണ്ടല്ലോ, എൻ്റെ അടിമയുടെ വേണ്ടപ്പെട്ട ആളുകളെ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ സ്വർഗാവകാശികളിൽ പെടുത്താതിരിക്കില്ല. അതിൽ നമ്മൾ ക്ഷമിക്കുകയും പരാതി പറയാതിരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നമ്മൾ സ്വർഗത്തിൽ കടത്തുമെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പ്രത്യേകമായ വീട് നൽകി ആദരിക്കും എന്ന് അല്ലാഹു തആല ഖുദ്സിയ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, ഒരാളുടെ മകൻ മരിച്ചാൽ അല്ലെങ്കിൽ മകൾ മരിച്ചാൽ, ഒരടിമയുടെ കുട്ടി മരിച്ചാൽ അല്ലാഹു തആല മലായിക്കത്തുകളോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് പിടിച്ചുല്ലേ? അവർ പറയും, അതെ, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ പിടിച്ചു. നിങ്ങൾ അവൻ്റെ കരളിൻ്റെ കഷ്ണമായ ആ കുട്ടിയുടെ റൂഹ് പിടിച്ചല്ലേ? അതെ, ഞങ്ങൾ പിടിച്ചു. അപ്പോൾ അള്ളാഹു ചോദിക്കും മലക്കുകളോട്, എന്തെന്നിട്ട് അവൻ പറഞ്ഞത്? നിങ്ങൾ ആ കുട്ടിയുടെ റൂഹ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? മലക്കുകൾ പറയും, എന്ത് പറയാനാ റബ്ബേ, അവൻ നിന്നെ സ്തുതിച്ചു, വസ്തർജ ഇന്നാ ലില്ലാഹി പറയുകയും ചെയ്തു. അവൻ നിനക്ക് സ്തുതി പറയുകയും ഇന്നാ ലില്ലാഹി പറയുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവരോട് പറയും, ഇത്ര മലക്കുകളോട്, എന്നാൽ ഇബ്നുലി അബ്ദി ബൈതൻ ഫിൽ ജന്നതി വസമ്മൂഹു ബൈത്തുൽ ഹംദ്, നിങ്ങൾ എൻ്റെ അടിമക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കുകയും ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുകയും ചെയ്യണം. കണ്ടോ? അപ്പോൾ പ്രത്യേകമായ വീട് നൽകി ആദരിക്കുമെന്നാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ. വേറൊരു ഖുദ്സിയ ഹദീസിലും ഇത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് വെച്ച് എൻ്റെ അടിമയ്ക്ക് ഞാൻ നൽകിയ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ കണ്ണുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അവന് എൻ്റെ അടുക്കലുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നും അല്ല. അല്ലേ? ഇദാ അഖൽതു കരീമതൈ അബ്ദി, അല്ലെങ്കിൽ ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി, രണ്ട് നിലക്കും ഹദീസിലുണ്ട്. ഇദാ അഖൽതു കരീമതൈ അബ്ദി, എൻ്റെ അടിമയുടെ ഏറ്റവും പ്രിയങ്കരമായ രണ്ടെണ്ണം ഞാൻ എടുത്താൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കരീമതൈനി എന്ന് പറയാൻ പറ്റുന്നത് രണ്ട് കണ്ണുകളാണ്. മനുഷ്യന് ഏറ്റവും പ്രധാനം കണ്ണാണല്ലോ. അതേപോലെ തന്നെ വേറെ ഹദീസിൽ ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി, ഞാൻ എൻ്റെ അടിമയെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം കൊണ്ട് പരീക്ഷിച്ചാൽ, എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കണ്ണുകളെടുത്ത് ഞാൻ പരീക്ഷിച്ചാൽ, അതിലവൻ ക്ഷമിക്കുകയും ചെയ്താൽ ലം അർളലഹു സവാബൻ ദൂനൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഞാൻ അവന് തൃപ്തിപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗം തന്നെ ഞാൻ അവർക്ക് കൊടുക്കുന്ന അർത്ഥം. സുബ്ഹാനല്ലാഹ്. രണ്ട് കണ്ണ് പോയ ആളുകൾ അതിന് ക്ഷമിക്കണം കേട്ടോ. അതിങ്ങനെ പാടിപ്പറഞ്ഞ് എന്താണ് പറയുക, കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അള്ളാഹുവിനെ ആക്ഷേപിച്ച് അതല്ലെങ്കിൽ അതിലിങ്ങനെ പരാതിപ്പെട്ടിങ്ങനെ നടക്കാൻ പാടില്ല. അതിൽ ക്ഷമിച്ചാലാണ് ഈ പറയപ്പെട്ട പ്രതിഫലം ലഭിക്കുന്നത്.
ഇനി മറ്റൊരു പ്രതിഫലം നോക്കാം. ഇവിടെ മുസീബത്തുകൾ വന്ന് അതിൽ ക്ഷമിച്ചാൽ അത്തരം ആളുകൾക്ക് പരലോകത്ത് ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും എന്നാണ്. പരലോകം അയാൾക്ക് രക്ഷപ്പെടാം. തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ. ആ ശിക്ഷ ഒന്നുകിൽ ദുന്യാവിൽ നിന്നാകാം, അല്ലെങ്കിൽ ആഖിറത്തിൽ നിന്നാവാം. പക്ഷേ ആ ശിക്ഷ ദുന്യാവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിലെ ശിക്ഷ ഉണ്ടാവൂല. അപ്പോൾ ഇവിടെ വരുന്ന പരീക്ഷണങ്ങൾ ഒന്നുകിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ, നമ്മുടെ ദർജകൾ ഉയർത്താനാവാം, അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും തെറ്റുകളുടെ ശിക്ഷയുടെ ഭാഗമായിട്ടാവാം. അങ്ങനെ പരീക്ഷണങ്ങൾ ശിക്ഷയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിൽ ക്ഷമിച്ചാൽ അള്ളാഹു തആല പിന്നെ ഒരിക്കലും നമ്മൾ ആഖിറത്തിൽ ശിക്ഷിക്കുകയില്ല. അവിടെ നമുക്ക് രക്ഷപ്പെടാം, ഒരുപാട് പ്രതിഫലം നേടുകയും ചെയ്യാം. സത്യത്തിൽ അള്ളാഹുവിന് കാരുണ്യം തോന്നുന്നത് കൊണ്ടാണ് ഒരാളെ ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷിക്കുന്നത് എന്നാണ്. അത് പരലോകത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ വല്ലാത്ത കഠിനമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ശിക്ഷ ലഘൂകരിക്കാനാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അങ്ങനെയാണ് ചില ആളുകൾക്ക് ഇവിടെ മുസീബത്തുകളും പ്രയാസങ്ങളും വരുന്നത്. അതിലാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. ഇവിടുത്തെ ശിക്ഷകൾ പെട്ടെന്ന് അവസാനിക്കും. ദുന്യാവിലെ ശിക്ഷകൾ അതാണ് തീർന്നു പോകും. ഇനി ഇല്ലെങ്കിൽ തന്നെ മരണത്തോടെ എന്തായാലും തീരൂലേ, കുറച്ചേരം നീണ്ടു നിന്നാലും. പക്ഷെ പരലോകത്ത് അങ്ങനല്ല, അത് നിരന്തരമായ ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, അത് കഠിനമാണ്. അതുകൊണ്ടാണ് ഹദീസുകളിൽ ഇങ്ങനെ കാണാം, അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈറാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ദുന്യാവിൽ തന്നെ അവന് ശിക്ഷ ആക്കി കൊടുക്കുന്ന. എന്തെങ്കിലും ശിക്ഷ അവൻ്റെ കണക്കിലുണ്ടെങ്കിൽ അത് ദുന്യാവിൽ തന്നെ അള്ളാഹു തആല കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഒരാളെ കൊണ്ട് ഷർറാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അവന് കൊടുക്കാനുള്ള ശിക്ഷ ആഖിറത്തിലേക്ക് നീക്കി വെക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ അതും വലിയ വിഷയമാണ്. ക്ഷമിക്കുന്നതിലൂടെ കൈവരുന്ന മറ്റൊരു നേട്ടമാണ് നേതൃപദവി കൈവരും എന്നത്. അല്ലാഹു തആല നമ്മളെ നേതാക്കളിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞാൽ ഉന്നതമായ ദർജകളിലേക്ക് ഉയർത്തും, നേതാക്കളാക്കും എന്ന് തന്നെയാണ് പ്രയോഗം. സൂറത്തു സജ്ദയിലെ 24-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. നമ്മളുടെ മാർഗദർശന പ്രകാരം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന നേതാക്കളാക്കി നാം അവരെ മാറ്റി. എന്തേ കാരണം? അവർ ക്ഷമാരുക്കളായിരുന്നത് കൊണ്ട്. ലമ്മാ സ്വബറു, അവർ ക്ഷമിച്ചപ്പോൾ. അപ്പോൾ ക്ഷമിച്ചാൽ അത്തരം ആളുകൾ അല്ലാഹു തആല നേതൃസ്ഥാനത്തേക്ക് ഉയർത്തും. അല്ലാത്ത ആളുകൾ ആരും നേതാവായി വാഴിക്കൂലല്ലോ, അത് ശരിയല്ലേ? ഒന്നിനും ക്ഷമിക്കാൻ കഴിയാതെ ക്ഷമയില്ലാത്ത ആളുകളെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം വ്യക്തമാകും. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരണം ചെയ്തത്. എന്തൊക്കെ പ്രയാസങ്ങൾ! നമുക്കൊന്നും അത് പറഞ്ഞാൽ അതിരില്ലാത്ത അത്രയും പ്രയാസങ്ങളാണ്. സ്വന്തം നാട്ടിൽ നിന്നും അത് കഴിഞ്ഞ് മദീനയിലേക്ക് വന്നിട്ടും സ്വന്തം ആളുകളും ശത്രുക്കളും ജൂതന്മാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പീഡിപ്പിക്കുകയും വേണ്ടപ്പെട്ട ആളുകൾക്ക് ജീവിതകാലത്ത് നഷ്ടപ്പെടുകയും ഭാര്യയും മക്കളുമടക്കം ജീവിതകാലത്ത് നഷ്ടപ്പെടുകയും സ്വന്തം നാട്ടിൽ നിന്ന് വാട്ടിയോടിക്കപ്പെട്ട് വേറെ നാട്ടിലേക്ക് വരികയും അവിടെ വന്നിട്ട് തുയരം കൊടുക്കുന്നുണ്ടോ അവിടെയും സ്വൈരമില്ലാതെ യുദ്ധങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയും. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ പ്രയാസങ്ങളാണ്! നമ്മൾ മുമ്പൊരിക്കൽ ഏതോ ഒരു സൂറത്ത് പഠിച്ച സമയത്ത് അത് വിശദമായി പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രവാചകന്മാരും അവരുടെ ജീവിത രീതികളൊക്കെയാണ് നമ്മളും പാഠമാക്കേണ്ടത്. ക്ഷമിക്കുക എന്നത് പറയാൻ എളുപ്പമാണ്, അത് നമ്മൾ ശ്രദ്ധിച്ച് മെനക്കെട്ട് ഏറ്റെടുത്ത് കൊണ്ട് നടക്കേണ്ട സംഗതി തന്നെയാണ്. വലിയ ക്ഷമാശീലരായ നിരവധി പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരണകൂടത്തിൻ്റെ പീഡനങ്ങൾക്കിരയായ വലിയൊരു പണ്ഡിതനാണ്. ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്ന വാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നൊരു സമയത്ത് സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. മിഹ്ന എന്നാണ് ആ ഒരു സംഭവത്തിൻ്റെ പേര് പറയപ്പെടുക. മിഹ്ന. ആ ഒരു മെഹ്നയിൽ അന്നത്തെ ഖലീഫക്കെതിരായ നിലപാടെടുത്തതിനാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മെഹ്ന എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ അല്ലേ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ വചനമാണോ എന്നതിലായിരുന്നു തർക്കം. അതിൽ ഇമാം അഹ്മദ് തങ്ങളുടെ അഭിപ്രായം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്നതായിരുന്നു. അപ്പോൾ ആ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഖലീഫയുടെ ഭാഗത്ത് നിന്ന് ചില പിന്തിരിപ്പന്മാരായ ആളുകളുടെ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ
ചില കുഴപ്പങ്ങൾ കാരണം അദ്ദേഹത്തിന് നിരവധി പീഡനങ്ങളാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വന്നത്, ജയിലിലടക്കേണ്ടി വന്നത്, ചാട്ടവാറടി കൊള്ളേണ്ടി വന്നത്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ആ പീഡനങ്ങളൊക്കെ സഹിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും നമ്മൾ ഈ ആയത്തിനെക്കുറിച്ചുള്ള പഠനം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമുക്ക് ക്ഷമിക്കാനും ആ ക്ഷമ മൂലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത ദർജകൾ ലഭിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് 8-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.